ഫ്ലാഷ് ബാക്ക്. എന്തെല്ലാം കഥകൾ നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊന്നും നമ്മളെ ഏൽക്കില്ല. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ പ്രതിയായിരിക്കുന്നു. 2,70,00,000 തട്ടിപ്പിന് മുഖ്യമന്ത്രിയുടെ മകൾ ഇപ്പോൾ പ്രതിയായിരിക്കുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പൂർത്തിയായി. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ പ്രോസിക്യൂഷൻ അനുമതി കിട്ടി. കുറ്റപത്രം കോടതിയിൽ എത്തുകയാണ്. സംഗതി സത്യ. ആ റിപ്പോർട്ട് കോടതിയിലെത്തിയാൽ എല്ലാവരും അകത്തു പോകും. വിചാരണ കോടതിയായ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ, CMR MD ശശിധരൻ കർത്ത അടക്കമുള്ള ആളുകളെ പ്രതികളാക്കിയാണ് SFIയുടെ കുറ്റപത്രം. ഇതിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല ചാടിച്ച, എല്ലാരും അകത്താ. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ് 2.270 രൂപ ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. ഏതായാലും SFIO ഗുരുതരമായി തന്നെ വകുപ്പുകൾ ചുമത്തിയാണ് ഈ ശശിധരൻ കർത്തയും വീണ ടി അടക്കമുള്ളവർക്ക് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഭഗവാനേ, ദൈവമേ, കാറ്റുപോയോ? ഈ പറയുന്നതൊന്നും മറച്ചു വെച്ച കണക്കല്ലാലോ. ആ കണക്ക് അവരുടെ കമ്പനിയുടെ കണക്കിലുണ്ട്, ഇവരുടെ കണക്കിലുണ്ട്. ഈ കൊടുത്ത കമ്പനിയുടെ കണക്കിലുണ്ട്, സ്വീകരിച്ച കമ്പനിയുടെ കണക്കിലുണ്ട്. സ്വീകരിച്ച കമ്പനി അതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ആദായ നികുതി സ്റ്റേറ്റ്മെന്റിനകത്ത് അത് വന്നിട്ടുണ്ട്. ബില്ലോ? ഇവരാണ് ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് പതിവുകാരായതുകൊണ്ട് വായിൽ എഴുതി കൂട്ടും. എങ്ങനെയൊക്കെ പിണറായി വിജയനെയൊന്ന് മെല്ലെ ഇടിച്ചു താഴ്ത്താൻ പറ്റും. അത് നിങ്ങൾ കുറെ കാലമായി നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. നോക്ക്, അതിന്റെ ഭാഗമായിട്ടൊന്നും തകർന്നു പോകുന്ന ഒരാളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാലോ. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് സുതാര്യമായിരുന്നു ഇടപാടുകളൊക്കെ എന്നാണ്. പക്ഷേ സുതാര്യമല്ലായിരുന്നു എന്ന് SFIO കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് വീണയെ പ്രതി ചേർത്തതും കുറ്റപത്രം സമർപ്പിച്ചതും കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം വിചാരണയ്ക്കുള്ള അനുമതി നൽകിയതും. നാളെ മുതൽ പത്രത്തിൽ പടം വരും. കുറച്ചു ദിവസം കഴിഞ്ഞാൽ പോലീസുകാർ പൊക്കുകയും ചെയ്യും. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ